ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. മാഗി ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ നൂഡിൽസൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് സൂപ്പറായിട്ട് ഇഷ്ടമാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൂടി. അപ്പോൾ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. മാഗി ആയതിൻ്റെ പേരിൽ തന്നെ ഫസ്റ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാഗി വേവിച്ചതിന് ശേഷം ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പിന്നെ അരിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാം. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി ആവശ്യമുള്ള മാഗി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പീസ് മാഗിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ കുറച്ച് ക്യാരറ്റ് ചേർക്കുകയാണ്, കൂടെ തന്നെ കുറച്ച് ബീൻസ് കൂടി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ട് വരട്ടെ. ആ മാഗി വെന്തിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ മാത്രം ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ മാഗി തയ്യാറാക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരുപാട് ഇത് വെന്തിട്ട് പോകരുത്. നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു പോയാൽ പിന്നെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഇരിക്കും, ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടില്ല. അതിൻ്റെ പേരിലാണ്. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാഗി എല്ലാം നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അരിച്ച് മാറ്റാം. മറ്റൊരു ബൗളിൽ ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ടയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഈ മുട്ടയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതിയാവും. മുട്ടയെല്ലാം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന മാഗിയാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാക്സിമം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മുട്ടയിൽ ചേർത്തിട്ടുള്ള ഉപ്പ് തന്നെ ധാരാളം മതിയാവും. ഇനി ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇത് മറ്റൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. ഈ ദോശത്തവയിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് നമ്മുടെ മാഗി മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ റൗണ്ട് ഷേപ്പിനാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കിതിൽ നിന്ന് കുറച്ചുകൂടി വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ടൊന്ന് വീശിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇത്രയും ചെറുതായിട്ടാണ് എടുക്കുന്നത്. ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ എടുത്താൽ മതിയാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വേണം വെക്കാനായിട്ട്. കാരണം നമ്മളിത് ഒരു സൈഡ് മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. അതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് മസാലയ്ക്ക് പകരം വേണ്ടത് മാഗിയുടെ കൂടെ കിട്ടില്ലേ മസാല, ആ മസാല തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അത് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു പാക്കറ്റ് മാഗി മസാല തന്നെ ധാരാളമാണ്. എന്നാലും അത്രയും കൂടി ചേർക്കുന്നില്ല, പകുതി ബാക്കിയുണ്ട്. കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഈ 1 സൈഡ് ഓംലെറ്റ് ഒക്കെ തയ്യാറാക്കില്ലേ, അതുപോലെ ആ ഒരു രീതിയിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. 2 സൈഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടോ അങ്ങനെ വേവിച്ചെടുക്കാം. പക്ഷേ ഒരു സൈഡ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാഗി ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാഗി ഓംലെറ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. മാഗി ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. മാഗി ഇനിയിപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഇത് തയ്യാറാക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാവും. കുട്ടികൾക്ക് എല്ലാവർക്കും നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ടിഫിൻ ബോക്സിലും തയ്യാറാക്കി കൊടുത്തു വിടാം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് മറക്കാതെ എനിക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.